പലരുടെയും ഒരു സംശയമാണ് സോളാർ വെക്കുന്നത് ലാഭകരമാണോ എന്നുള്ളത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പുതിയ കരട് നിയമപ്രകാരം 3 കിലോ വാട്ടിന് മുകളിലോട്ടുള്ള പ്ലാന്റുകൾക്ക് നെറ്റ് മീറ്ററിംഗിൽ നിന്ന് മാറി നെറ്റ് ബില്ലിംഗിലേക്ക് മാറുകയാണ്. അപ്പം പലർക്കും തോന്നാം, എന്താണ് ഈ നെറ്റ് ബില്ലിംഗ്, എന്താണ് ഈ നെറ്റ് മീറ്ററിംഗ് എന്നുള്ളത്. ഞാൻ പറഞ്ഞുതരാം. ഒരു സോളാർ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി KCBക്ക് കൊടുക്കുകയും അത് ആവശ്യം വരുമ്പോൾ തിരിച്ചു വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്. അപ്പൊ അത് കൊടുക്കലും വാങ്ങലിന്റെയും നിരക്ക് എല്ലാം സെയിമാണ്. ഇതാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. 1000 കിലോ വാട്ട് വരെ അതിന്റെ പരിധിയും ഉണ്ടായിരുന്നു ഈ നെറ്റ് മീറ്ററിംഗിന്റെ അകത്ത്. നേരത്തെ 3 കിലോ വാട്ട് മുതൽ 5 കിലോ വാട്ട് വരെയുള്ള പ്ലാന്റുകൾക്ക് നെറ്റ് മീറ്ററിംഗ് ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുതിയ കരട് നിർദ്ദേശപ്രകാരം തുടരണമെങ്കിൽ ഏകദേശം 30% സംഭരണശേഷിയുള്ള ബാറ്ററികളിലേക്ക് നമ്മൾ മാറേണ്ടി വരും. അതിന് ഏകദേശം 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയുള്ള ചാർജും വരും. ഇനി നെറ്റ് ബില്ലിംഗ് എന്താണെന്നുള്ളതല്ലേ. 5 കിലോ വാട്ടിന് മുകളിലുള്ള എല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ KCBക്ക് കൊടുക്കുന്നതിന്റെ നിരക്ക് കുറയുകയും അവരിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിയുടെ നിരക്ക് കൂടുകയും ചെയ്യും. പുതിയ കരട് നിർദ്ദേശപ്രകാരം ഈ എനർജി ബാങ്കിങ് എന്നുള്ള ഒരു പ്രോസസ്സും മാറ്റപ്പെടും. ഒരു കാര്യങ്ങളുണ്ട്, ഇപ്പം നിലവിൽ സോളാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടെൻഷൻ ആവണ്ട. കാരണം അവര് നെറ്റ് മീറ്ററിംഗിന്റെ അകത്ത് തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു എനർജി ബാങ്കിങ് എന്ന് പറഞ്ഞൊരു ടേം ഇല്ലേ, അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയണമെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്തു, ഞാൻ പറഞ്ഞുതരാം.